ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ വീണ. അപ്പോൾ ഇന്നത്തെ എന്റെ ഡെയിലി വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ആണ്. കുറെ നാളായില്ലേ നമ്മളൊരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഒക്കെ ചെയ്തിട്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നെയിം രമ്യ എന്നുള്ളതാണ്. നമുക്ക് കമന്റ് വന്നിട്ടുള്ള നെയിമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ആയോ, നമുക്ക് നെയിം മീറ്റിംഗ് ചാലഞ്ചിലേക്ക് കടക്കാം. അപ്പോൾ നെയിമിന്റെ ആദ്യത്തെ ലെറ്റർ ആണ്. ആറ് വെച്ച് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് റഫിൾസ് എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഞാൻ എന്റെ ക്രാഫ്റ്റിന്റെ ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കണ്ടതാണ് കേട്ടോ. ഈ മുട്ടായി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് എടുത്തതാണ്. അപ്പം ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി നമ്മൾ നോർമൽ ബൗണ്ടി ഒക്കെ കഴിക്കത്തില്ലേ, ആ ഒരു ഫീലാണ് കേട്ടോ. തേങ്ങാ മുട്ടായാണ്. പിന്നെ അതിന്റെ അകത്ത് വൈറ്റ് ചോക്ലേറ്റ് വരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ കൊള്ളാം, നല്ല മുട്ടായാണ്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ലെറ്റർ വരുന്നത് ആണ്. ഇയിൽ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് എഗ് പഫ്സ് ആണ്. നമ്മുടെ ഇവിടുത്തെ ജംഗ്ഷനിൽ ഒരു ചെറിയ കടയുണ്ട് കേട്ടോ. അത് കുറെ വർഷമായിട്ടുള്ള കടയാണ്. അതെ, അവിടുന്ന് വാങ്ങിയപ്പോൾ നമുക്ക് വാഴയിലെ പൊതിനൊക്കെയാണ് കേട്ടോ തരുന്നത്. എനിക്ക് എഗ് പഫ്സിനോട് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഞാൻ അത്യാവശ്യം കഴിക്കും. പിന്നെ എനിക്ക് ഇങ്ങനെ കഴിക്കാനല്ലോ കേട്ടോ ഇഷ്ടം. ഇത് നമ്മൾ ആവി കയറ്റിയിട്ട് കഴിക്കണം. എനിക്ക് അനിയത്തി കാണിച്ചതാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് കൂടുതലും കഴിക്കാറുള്ളത്. എനിക്ക് ആവി കയറ്റിയിട്ട് കഴിക്കാൻ കുറച്ചുകൂടി ഇഷ്ടമാണ്. അപ്പൊ നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് നമ്മുടെ എന്നുള്ള ലെറ്റർ നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്ത ലെറ്റർ വരുന്നത് എം ആണ്. എമ്മിൽ നമ്മളിവിടെ എടുത്തേക്കുന്നത് ബാസയാണ് കേട്ടോ. കുഞ്ഞുമണി എന്റെ അടുത്ത് തന്നെ ഇപ്പോൾ കേട്ടോ. നിങ്ങൾക്ക് വീഡിയോക്കകത്ത് കൈയൊക്കെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. വീഡിയോ എടുക്കുന്നുണ്ട്, അപ്പോഴും ഓടി വരുന്നതാണ്. കുഞ്ഞുമണിക്കൂടെ ഫ്രൂട്ട് വേണമെന്ന് പറയാണ് കേട്ടോ. പക്ഷെ ഞാൻ ഇതൊന്നും അങ്ങനെ ഇതുവരെ കൊടുത്തിട്ടില്ല കേട്ടോ. 2 വയസ്സിനിടയ്ക്ക് ഇതുവരെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്തായാലും കൊടുക്കുന്നില്ല. അവർക്ക് ഇനി വലുതായിട്ട് വരുമ്പോഴത്തേക്കും കൊടുക്കാന്ന് കരുതി. അപ്പൊ എം വെച്ച് നമ്മളിവിടെ ഫ്രൂട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ അടുത്ത ലെറ്റർ വരുന്നത് വൈ ആണ്. വൈയിൽ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത് യോഗട്ട് ആണ് കേട്ടോ. മാംഗോയുടെ ഫ്ലേവർ ആണ് യോഗട്ട് വരുന്നത്. അപ്പൊ നമ്മൾ മാംഗോയുടെ ഫ്ലേവറിലുള്ള യോഗട്ട് ആണ് കേട്ടോ വൈയിൽ എടുത്തിട്ടുള്ളത്. എനിക്ക് ഈ യോഗട്ട് ഒന്നും വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ ഞാൻ. എനിക്കിങ്ങനെ യോഗട്ടിനോടൊന്നും വലിയ താല്പര്യമില്ല. എന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്, എന്നാലും ഇഷ്ടമല്ല, അങ്ങനത്തെ രീതിയിലാണ് കേട്ടോ. എന്നാലും ഇപ്പൊ നമ്മുടെ ചാലഞ്ച് അല്ലേ, അപ്പൊ നമുക്ക് കൊള്ളല്ലേ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. അപ്പൊ നമ്മൾ വൈ എന്നുള്ള ലെറ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്ററിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ വരുന്നത് എ ആണ്. എയിൽ നമ്മൾ ഇവിടെ എത്തിക്കുന്നത് അവലാണ് കേട്ടോ. ഇതെനിക്ക് നല്ല ഇഷ്ടമുള്ളതാണ് കേട്ടോ. അവലൊക്കെ എനിക്ക് നോസ്റ്റ് അടിക്കുന്ന സംഭവം. കാരണം പണ്ട് ഇങ്ങനെ ആക്രിയൊക്കെ പറക്കാൻ ആൾക്കാർ വരുമല്ലോ. അപ്പൊ അതൊക്കെ പറക്കി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിലൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അമ്മൂമ്മമാരൊക്കെ പണ്ട് കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ഇതിന്റെ കൂടെ തേങ്ങയും ശർക്കരയൊക്കെ ഇട്ട് നനച്ചാൽ അതിലും അടിപൊളിയാണ്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ലെറ്റർ എ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇത്ര ഉണ്ടായിരുന്നുള്ളേ. അപ്പൊ ചാലഞ്ച് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് നിങ്ങളുടെ നെയിം ഇതൊക്കെ ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ഇട്ടേക്കണേ. അപ്പൊ നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ. ബൈ ബൈ, സീ യു.